ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു 3 to 6 months ഒരു ഷൂസാണ്. അപ്പോൾ ഷൂസിന് നമ്മൾ ഒരുപാട് ഷൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിത് ബ്ലാങ്കറ്റ് യാൺ വെച്ചിട്ടാണ് ഈ ഒരു ഷൂ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. കുട്ടികൾക്കൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് വരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ്, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഹോബി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബൾക്കി ചങ്കി യാൺ, കേക്ക് യാണാണ് ഇതിൻ്റെ പേര് വരുന്നത്. നമുക്ക് ബ്ലാങ്കറ്റ് യാണെന്നും പറയാം. ബ്ലാങ്കറ്റിൻ്റെ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ നമ്മൾ ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ ലേബിളുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു യാണാണ്. നമുക്ക് ബേബീസിനൊക്കെ വളരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു യാണാണിത്. അപ്പം ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഒരു 8 പ്ലേ യാണിൻ്റെ ഒക്കെ. ഞാൻ ഇന്നിവിടെ 5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സ് വേണം, പിന്നെ ഒരു മെഷർമെൻറ്റ് ടാപ്പ്, മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പ്, അതുപോലെ നമുക്ക് ഒരു സിസേഴ്സ്. ഇത്രയാണ് നമുക്കിതിൽ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു 8 പ്ലേ യാണിൻ്റെ ഒക്കെ 8 പ്ലേ യാണിൻ്റെ 10 പ്ലേ യാണിൻ്റെ ഒക്കെ തിക്നെസ് ആണ് ഈ ഒരു യാണിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 4.5 അല്ലെങ്കിൽ 5 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ ബോൺ ആയതുകൊണ്ട് നമുക്ക് 3 to 6 months ആയതുകൊണ്ട് നമുക്ക് ഞാനിവിടെ ഒരു 10 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യുക. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ മറ്റേ സ്റ്റിച്ച് യാണിനെ പോലെ ഇതിങ്ങനെ സ്റ്റിച്ചസ് 1 ആയിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ബിഗിനർ ആകുമ്പോൾ ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനൊരു സ്ലിപ്പ് നോട്ട് ചെയ്തു. ഇനി നമുക്ക് 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 2 3 4 5 6 7 8 9 10. അപ്പോൾ നമ്മളിവിടെ 10 ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ഇത്ര ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 cm നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്ര ലെങ്ത്ത് വേണ്ട ന്യൂ ബോൺ ആണെങ്കിൽ നിങ്ങൾ ഈ 10 ചെയിൻ സ്റ്റിച്ച് ഉള്ളത് നിങ്ങൾ 9 ചെയിൻ സ്റ്റിച്ച് ആക്കിയാൽ മതി, അല്ലെങ്കിൽ 8 ചെയിൻ സ്റ്റിച്ച് ആക്കുക. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ മെഷർമെൻറ്റ് നോക്കുക. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മെഷർമെൻറ്റ് എത്തുന്ന വരെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 10 ഉള്ളത് 9 ആക്കാണ്. നമുക്കിപ്പം 9 ചെയിൻ സ്റ്റിച്ച് മതി. അപ്പം ഞാനിവിടെ ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 9 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമ്മളിവിടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് എല്ലാ ചെയിനിലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു ചെയിൻ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ചെയിനിലും നിങ്ങൾക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ബിഗിനേഴ്സ് ആകുമ്പോൾ അതൊക്കെ ഈ ഒരു ഭാഗമൊക്കെയാണ് നമുക്ക് എപ്പോഴും തെറ്റിപ്പോവുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിൽ എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ചെയിനാണ്. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഞാനിതിൽ 4 ഈ ഒരു ചെയിനിൽ 4 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. നമുക്കൊരു ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്ത് ആ ഒരു സ്പേസിൽ നമുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം.
എന്നിട്ട് വീണ്ടും നമുക്ക് ആ സെയിം ചെയിനിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഒന്ന് ചെയ്തു, ഇനി വീണ്ടും 3 എണ്ണം അങ്ങനെ ടോട്ടൽ 4 എണ്ണം ചെയ്യണം. 1 2 3 4. ഇവിടെ ഞാൻ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് ഇനി അടുത്ത റൗണ്ടിൽ ഇൻക്രീസിങ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതുവരെ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത് വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ടൈലൻഡാണ് ഫസ്റ്റിൽ എടുത്തിട്ടുള്ള. ആ ടൈലൻഡ് ഇതിൻ്റെ കൂടെ അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചെയിൻ ഇങ്ങനെ നമുക്ക് ആ ഒരു യാണിങ്ങനെ ഇതിൻ്റെ ബാക്കിൽ നമുക്കിങ്ങനെ ഹൈഡായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടി പിടിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നല്ല നീറ്റിൽ വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ചെയ്ത ആ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണും, അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 1 2 സെക്കൻഡ് ചെയിനിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടുന്ന് 1 2 സെക്കൻഡ് ചെയിനിൽ നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ഇവിടെ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ എല്ലാ ചെയിനിലും ചെയിൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നോക്കുക, എന്നിട്ട് അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കറിൽ നമുക്ക് 3 സ്റ്റിച്ചാണുള്ളത്. ഇവിടുന്ന് 1 2 3 ഈ 3 സ്റ്റിച്ചിൽ നമ്മൾ 2 2 2 എന്നുള്ള പാറ്റേൺ ആണ് 4 സ്റ്റിച്ചിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക. 4 സ്റ്റിച്ചിനെ 2 എണ്ണം വീതം ചെയ്തിട്ട് നമ്മൾ 8 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ 2 എണ്ണം ചെയ്തു, സെക്കൻഡിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, തേർഡിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 3 ചെയിനിലും 2 എണ്ണം വീതം ചെയ്ത് 6 സ്റ്റിച്ച് ആയിട്ടുണ്ട്. നാലാമത്തത് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ ഒരു സ്പേസിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്റ്റിച്ചാണുള്ളത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിൽ നമുക്ക് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 സെയിം തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഒരു സ്റ്റിച്ചും കൂടി ബാലൻസ് ഉണ്ട്, അതിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ അവിടെ സോള് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഈ ഒരു വിഡ്ത്തും ലെങ്ത്തും മതി എനിക്ക്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 9 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ 3 to 6 month വരെ നമുക്ക് 9 സെൻറ്റിമീറ്റർ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലും വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞാനിപ്പോൾ ഇവിടെ 9 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. അത് 11 ചെയിൻ സ്റ്റിച്ച് എടുക്കുക. പിന്നെ അതുപോലെ കുറവ് മതി എന്നുള്ളതെങ്കിൽ 9 ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ടിങ്ങിൽ എടുത്തതിന് പകരം 7 ചെയിൻ സ്റ്റിച്ച് എടുത്ത് കൊടുക്കുക. അങ്ങനെ ചെറുതാക്കി കൊടുക്കുക. പിന്നെ വിടുത്ത് വരുന്നത് നമുക്ക് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് വിടുത്ത് മതി. അപ്പോൾ ഇനി നമ്മൾ സോളിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ചെയിൻ 2 ചെയ്യുക. ഇതുവരെ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ചെയിൻ 2 ചെയ്യുക. ഇനി നമ്മളിവിടെ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ കിട്ടുന്ന ലൂപ്പിനെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഇങ്ങനെ ഇതിനെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഇവിടെ ഉള്ളത് ബാക്ക് ലൂപ്പ്. ഈ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റൗണ്ട് ചെയ്യുന്നത്. നമ്മൾ സോള് കഴിഞ്ഞ് ഇനി അപ്പർ പാർട്ടിലേക്ക് വർക്ക് ടേൺ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ക് ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് ലൂപ്പ് നമുക്കിങ്ങനെ ഒരു ലൈന് പോലെ കാണാൻ പറ്റും. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിവിടെ ഈ ഒരു 2 ചെയിൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലൈന് ഇങ്ങനെ ഇവിടെ കാണും. ഈ മുകളിലേക്ക് ഇങ്ങനെ വർക്ക് ടേൺ ആവും ചെയ്യും കേട്ടോ. ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു യാണാണിത്. ഭയങ്കര സുഖമാണിത് പിടിക്കുമ്പോൾ തന്നെ. കുട്ടികൾക്കൊക്കെ ഷൂസ് ആയാലും ക്യാപ്പായാലും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ സാധാ നൂല് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈ 5th ഇഞ്ച് വിടുത്ത് കിട്ടണമെങ്കിൽ നമ്മൾ 3 റൗണ്ടൊക്കെ ചെയ്യേണ്ടി വരും. ഇത് നല്ല കട്ടിയുള്ള യാണായതുകൊണ്ട് നമ്മൾ 2 റൗണ്ടേ ചെയ്തിട്ടുള്ളൂ സോളിന്. പിന്നെ അപ്പർ പാർട്ടിലേക്ക് അതുപോലെ ഫസ്റ്റ് റൗണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ കണ്ട ഫ്രണ്ട് ലൂപ്പ് നമുക്ക് ഇങ്ങനെ ഒരു വര പോലെ കാണാൻ പറ്റും. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ഫസ്റ്റ് ഒരു റൗണ്ട് എഴുതി വെക്കുക, എന്നിട്ട് ആ റൗണ്ട് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് എഴുതി വെക്കുക, എന്നിട്ട് ആ റൗണ്ട് ചെയ്യുക. 3rd റൗണ്ട് എഴുതി വെക്കുക. അവിടെ ഞാൻ മുകളിൽ അല്ലെങ്കിൽ താഴെയൊക്കെ ആയിട്ട് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. എത്ര നമ്പേഴ്സാണെന്നൊക്കെ ഓരോ റൗണ്ടിലും എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എഴുതി വെച്ചതിന് ശേഷം ഓരോ റൗണ്ടും ചെയ്യുക. അപ്പം ഞാനിവിടെ അപ്പർ പാർട്ടിലേക്ക് ഇങ്ങനെ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അപ്പർ പാർട്ടിലേക്ക് നമ്മൾ വർക്ക് ഇങ്ങനെ ടേൺ ആയി വന്നിട്ടുണ്ട്. ഈ നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കുകയുള്ളൂ. അപ്പോൾ വർക്ക് ടേൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് അപ്പർ പാർട്ടിലെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് 1 2 3 4 5 6 7 8
8 സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്ത സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഇവിടെ നമ്മൾ 2 ലൂപ്പാട്ടോ യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ് ഒന്നുമില്ല. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കിട്ടുന്നത് 2 ലൂപ്പും നമ്മൾ യൂസ് ചെയ്തിട്ട് ആണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കാം. വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിലും ഇവിടെ നമുക്ക് ഈ ഒരു സിംഗിൾ ക്രോഷേൻ്റെ ടോപ്പിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയിൻ ചെയ്ത അവിടെ ഒരു സ്റ്റിച്ച് മാർക്കറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് കിട്ടും. ഇനി വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ അപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്തു. വീണ്ടും യാണോ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 എണ്ണമായി. വീണ്ടും നമുക്കിങ്ങനെ 4 ഡിക്രീസിങ് ചെയ്യാം. ടോട്ടൽ നമ്മളിവിടെ 5 ഡിക്രീസിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുന്ന് 1 2 3 4 5 5 ഡിക്രീസിങ് ചെയ്തു. ഇനി തൊട്ടടുത്ത ചെയിനിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ, നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചത് സ്റ്റാർട്ടിങ്ങിലാണ്. ആ സ്റ്റാർട്ടിങ്ങിൽ എത്തുന്ന വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് അത് റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്ക് വീണ്ടും സിംഗിൾ ക്രോഷേൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അവിടെയാണ് നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ടത്. അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. നമുക്കതിൽ ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അവിടെ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഒരു ഡിക്രീസിങ് ചെയ്തു. അടുത്തതിലും സെക്കൻഡ് ഡിക്രീസിങ് ചെയ്യുക. അടുത്ത 2 സ്റ്റിച്ചിന് സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ഡിക്രീസിങ് ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. അടുത്ത ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഈ ഒരു എൻഡ് എത്തുന്ന വരെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ വാക്ക് എഴുതി വെച്ചിട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ.
അപ്പോൾ ഈ ഒരു യാണായതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചസൊക്കെ വളരെ കുറവ് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് സ്റ്റിച്ചസൊക്കെ വളരെ കുറവാണ്, വലിയ വലിയ സ്റ്റിച്ചായി വരുന്നതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഈ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഏകദേശം ഒരു ഷൂവിൻ്റെ മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് നമ്മൾ ആ ഒരു എൻഡ് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം, സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. യാൺ വർക്ക് ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 ലൂപ്പാണ് കിട്ടുക. യാൺ വർക്ക് ചെയ്യുക, ഈ 4 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ നമ്മൾ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ വീണ്ടും നമ്മളിങ്ങനെ ഈ ഒരു എൻഡ് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിക്രീസിങ് ചെയ്തപ്പോൾ ഒരു യാൺ ഓവർ ചെയ്തിട്ടാണ് ചെയ്തത്. ആ ഒരു ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ താഴെ സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ഒക്കെ താഴെ ചെയ്തപ്പോൾ യാൺ ഓവർ ചെയ്യാതാണ് ചെയ്തത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് യാൺ ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എത്തി അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ ടോപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്ക് കഴിയുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പാറ്റേൺ ആണ്. ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഡിക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ബൂട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഷൂസ് മുകളിലേക്ക് ഇങ്ങനെ ഉയരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് 2ഓ 3ഓ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഈ ഒരു റൗണ്ട് ചെയ്യുന്നുള്ളൂ. ഓരോ ചെയിനിലും എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഈ സിംഗിൾ ക്രോഷ്യേൻ്റെ പകരം നിങ്ങൾക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഇത് ഈ സിംഗിൾ ക്രോഷ്യ തന്നെ 2ഓ 3ഓ റൗണ്ട് ചെയ്യുമ്പോൾ നല്ലൊരു ബൂട്ടീസ് കുറച്ച് ഹൈറ്റിൽ കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2ഓ 3ഓ റൗണ്ട് ഈ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഇത്ര ലെങ്ത്ത് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ നോക്കിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൂസൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ 2ഓ 3ഓ റൗണ്ട് 1-2 റൗണ്ടും കൂടി നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇനി വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ വർക്ക് ഇവിടെ ചെയിൻ 1 ചെയ്ത് യാൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ചധികം ടൈലൻ്റ് എടുത്തിട്ട് യാൺ കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹുക്കിനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ആദ്യം ഫ്രണ്ട് സൈഡിലേക്ക് ഹുക്ക് യാൺ വലിക്കുക. എന്നിട്ട് പിന്നെ ഹുക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ ഉള്ളിലേക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഒരു ലൂപ്പ് എടുത്തിട്ട് ആ ലൂപ്പിലേക്ക് ഒരു ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബാലൻസ് വരുന്ന യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 1-2 സ്ഥലത്ത് കൂടി ഇങ്ങനെ ഈ ഒരു സെക്യൂറിന് വേണ്ടി ചെയ്യുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഞാൻ യാൺ ഇവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബൂട്ടീസ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഷൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ന്യൂബോൺസ് ആയതുകൊണ്ട് ചെറിയൊരു സൈസാണിത് ഉള്ളത്. അപ്പോൾ നമ്മൾ ബൂട്ടീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റും ക്യൂട്ടും ആയിട്ടുള്ളൊരു ബൂട്ടീസാണ് ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സ്റ്റിച്ചസ് തന്നെ ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു 4-5 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു ഷേപ്പിലൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.
ഇതുപോലെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.